ആലിമീങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തൊരു മഹാപണ്ഡിതൻ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. ഒരു സയന്റിസ്റ്റുകളുടെ സമ്മേളനമാണ്. അപ്പൊ അവർ പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോസിറ്റീവ് കമന്റ് ആ വെള്ളത്തിന്റെ അരികത്ത് വെച്ച് പറയാ. ചിലർ ഐ ലവ് യു എന്ന് പറഞ്ഞു, ചിലർ വേറെന്തെങ്കിലും പറഞ്ഞു, ചിലർ പാട്ടുപാടി കൊടുത്തു. ഒരു മിനിറ്റിൽ താഴെ ആ വെള്ളമെടുത്ത് നേരെ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുമ്പോ വെള്ളത്തിന്റെ മോളിക്യൂളുകൾക്ക് രൂപഘടനയിൽ മാറ്റം വരുന്നുണ്ട്. നമ്മൾ മന്ത്രിച്ചൂത എന്ന് പറയില്ലേ, വെള്ളത്തിൽ ഊതുന്നത്, പ്രത്യേകിച്ച് സംസം വെള്ളത്തിൽ ഫാത്തിഹ ഓതി ഇതുപോലെ ഒരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹം സയന്റിസ്റ്റ് കൂടിയാണ്, അദ്ദേഹം അത് ചെയ്തപ്പോ അതിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അവര് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഈ വെള്ളങ്ങൾ ഇവിടുന്ന് കൊണ്ടുവന്നതാ, ഇതിലെന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതിയതാണ്. അങ്ങനെ പിന്നെ അവര് വേറൊരു വെള്ളം കൊടുത്തു, ഇതിലൊന്ന് ഓതിക്കാട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം സൂറത്തു യാസീൻ മുഴുവനായിട്ടും അതിൽ ഓതിക്കൊടുത്തു. അതുകൊണ്ടുണ്ടാകുന്ന അതിന്റെ ഘടനാ മാറ്റങ്ങളിൽ അതിമനോഹരമായ രൂപങ്ങൾ കാണപ്പെട്ടു. നമ്മുടെ ഐസിന്റെ ഒക്കെ ചില ചിഹ്നങ്ങൾ കാണില്ലേ എന്നതുപോലെ അതിനെ സംബന്ധിച്ച് വലിയൊരു പഠനം നടത്തിയ ഒരു സയന്റിസ്റ്റാണ് ഡോക്ടർ അബ്ദുദ്ദാഇം അൽ കഹീൽ. വെള്ളത്തിൽ ഖുർആൻ കൊണ്ട് മന്ത്രിച്ചൂതുമ്പോ അതിലുണ്ടാകുന്ന ഘടനാ വ്യത്യാസങ്ങൾ. എന്താണ് വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കണം എന്നൊക്കെ പറയുന്നത് എന്നതിന്റെ ചെറിയൊരു പൊരുൾ മനസ്സിലാക്കാൻ ഒരു സൂചന മാത്രം നൽകുകയാണ്. അത് മാത്രം സംബന്ധിച്ച ഒരു തീസിസ് അബ്ദുദ്ദാഇം അൽ കഹീലിന്റെ പഠനങ്ങളിൽ കാണാൻ കഴിയും. ഒരുപാട് ഗവേഷണങ്ങളിലൂടെ കടന്നുപോയി ഒരു വെള്ളത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട്, അതിൽ ഷിഫാഇന്റെ കാരണം ഉണ്ടാകുന്നുണ്ട്, മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ അതിന്റെ പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്.